3 ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യം വരും. 3 ടേബിൾ സ്പൂൺ വെള്ളവും 1/4 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് മതിയോ എന്ന് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഉപ്പ് ഒരുപാട് കൂടിപ്പോയി ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ പാലും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പനീർ ഞാനിവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പനീർ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പനീരിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനിവിടെ 100 ഗ്രാം പനീർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ കൂടുതലാണ് പനീർ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. പനീറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സിമ്മ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പോകണം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. സിമ്മ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് വെന്ത് വരട്ടെ. പനീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പനീർ ബുർജിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്ന ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ചപ്പാത്തിയുടെ കൂടെ കൊടുക്കാനായിട്ടാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് ഒരു ശകലം ഗ്രേവി ടൈപ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഇന്ന് മക്കളെ ഞാൻ സ്കൂളിലേക്ക് ലഞ്ചായിട്ട് ഈ പനീർ ബുർജിയും ഇതിൻ്റെ കൂടെ ചപ്പാത്തിയുമാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അതേപോലെ സ്നാക്സായിട്ട് ന്യൂട്ടല്ല ബ്രെഡ് ടോസ്റ്റും ഗ്രേപ്സും ആണ് കേട്ടോ സ്നാക്കാക്കി കൊടുത്തു വിടുന്നത് ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക്. ഇന്ന് ജൂലൈ 24 വെനസ്ഡേ ആണ്. അങ്ങനെ ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വലിയ ഇല മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനിവിടെ കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ഞാനിവിടെ പനീർ ബുർജി എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ടാണ് കേട്ടോ ഇവിടെ കുറച്ച് ഒന്ന് ഗ്രേവി ടൈപ്പാക്കി എടുത്തിട്ടുള്ളത്. അതിന് നമ്മുടെ പനീർ ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ആപ്പത്തിനും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന പനീർ ബുർജി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പനീർ ബുർജി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ശുഭദിനം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ.